ചങ്ങായിമാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ഇന്നത്തെ യാത്ര ഗവിയിലേക്കാണ്. പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. എറണാകുളത്തേക്ക് നേരെ ബസ് കയറി വന്ന് എങ്ങോട്ടേക്ക് പോകണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പോവാത്തൊരു സ്ഥലം ഗവിയാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു കുമിളി ബസ് 11 മണിക്കുണ്ട്. നമ്മളെ KSRTC സ്റ്റാൻഡിൽ നിന്ന്. KSRTCയിലാണ് യാത്ര. ആനവണ്ടി യാത്രയാണ്. അത് വല്ലാത്തൊരു ഫീലാണ് KSRTCയിൽ യാത്ര ചെയ്യാൻ. ഒരു 11 മണിയാകുമ്പോൾ നമുക്ക് കുമിളി ബസ് എത്തും. ടിക്കറ്റ് ബുക്കൊന്നും ചെയ്തിട്ടില്ല. പെട്ടെന്നുള്ളൊരു യാത്രയായതുകൊണ്ട് എങ്ങനെ ഏതാന്നുള്ള വഴിയെ കാണാം. ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. വേറെ പ്ലാനൊന്നുമില്ല. ചുമ്മാ ഗവി പോവാം. അവിടെ നിന്ന് തിരിച്ചുള്ള ബസ്സിൽ തിരിച്ച് കയറി ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ 11 മണിക്ക് വരുന്ന നമ്മളെ കുമിളി ബസ്സിന് വേണ്ടി നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. കൃത്യം 11 മണിക്ക് തന്നെ കട്ടപ്പന കുമിളി ബസ് നമ്മുടെ എറണാകുളം സ്റ്റാൻഡിൽ എത്തുകയും അവിടെ നിന്ന് വണ്ടി വിട്ട് 11:40 ആയപ്പോൾ ആലുവ സ്റ്റാൻഡിലേക്ക് നമ്മളെത്തിക്കും. വേറെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസകരമായ യാത്ര അവിടെ പെട്ടെന്ന് എത്തുന്നുണ്ട്. കൃത്യം ഒരു 12:20 തന്നെ നമ്മൾ അതുപോലെ പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മുടെ വണ്ടി കയറുന്ന രംഗങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ 12:55 ആകുമ്പോൾ കോതമംഗലം ബസ് സ്റ്റാൻഡിലേക്ക് നമ്മുടെ വണ്ടി കയറുന്നുണ്ട്. അതായത് നമ്മൾ എറണാകുളം ഭാഗത്തു നിന്ന് വണ്ടി എടുക്കുമ്പോൾ ഏതെല്ലാം സ്റ്റാൻഡിൽ കൂടി എത്ര ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് എത്തണമെന്ന് കാണിക്കാനാണ്. അവിടെ നിന്ന് വണ്ടി എടുത്ത് നമ്മൾ ഇനി നമുക്ക് നേര്യമംഗലം എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ കട്ടപ്പനയിലേക്കാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രസകരമായിട്ടുള്ള യാത്രയായിട്ടാണ് ഈ രാത്രിയിലെ ഈ സഞ്ചാരം. നമ്മളെ കട്ടപ്പന ഏകദേശം ടൗണിലേക്ക് കയറി നല്ല ഓംപ്ലേറ്റും ബ്രെഡെല്ലാം കഴിക്കുന്ന കടയാണ്. ഒന്നും കഴിച്ചില്ല. വണ്ടി അതിലേ പോയപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്ത് എന്നാവുള്ളൂ. നേരെ നമ്മളിത് കട്ടപ്പന സ്റ്റാൻഡിലേക്ക് കയറും. രാവിലെ കട്ടപ്പന സ്റ്റാൻഡിലേക്ക് നമ്മൾ കയറുക. അത് രസവും. നമ്മളെ ഡ്രൈവറും മരണമാസം കേട്ടോ. അത് പുള്ളീൻ്റെ ഓരോ കോർണറിങ്ങും വളരെ കെയർഫുള്ളായിട്ടാണ് പുള്ളി വണ്ടി എടുക്കുന്നത്. നല്ല രസകരമായിട്ടുള്ള യാത്ര. നമ്മൾ നേരെ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേഷൻ നമ്മൾ കുമിളിയാണ്. കൃത്യം ഒരു 5 മണിയെല്ലാം ആകുമ്പോൾ തന്നെ നമ്മൾ കുമിളി ബസ് സ്റ്റാൻഡിലേക്ക് നമ്മുടെ ബസ് കയറിയിരിക്കുന്നതാണ് നമ്മുടെ ഡ്രൈവറും കണ്ടക്ടറെല്ലാം പറഞ്ഞത്. അതുപോലെ തന്നെ കുമിളി എത്തുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ 11 മണിക്ക് എറണാകുളത്ത് നിന്ന് ഇറങ്ങിയതാണ്. ഒരു പുലർച്ചെ ഒരു 5 മണിയായപ്പോൾ തന്നെ ഇവിടെ കുമിളി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ അടുത്ത യാത്ര. ഒരു 5 മണിക്ക് എത്തേണ്ട ബസ്സാണ്. ലേറ്റാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കാം. ഗവിയിലേക്കുള്ള ബസ് ഇവിടെ നിന്നാണ് ഇനിയിപ്പോൾ. നിങ്ങളിതേ അപ്പുറം കാണുന്നതാണ് കേട്ടോ, കേരള തമിഴ്നാട് ബോർഡറാണ്. നമ്മൾ രാവിലെ ഒരു 5 മണിയായപ്പോൾ തന്നെ നമ്മുടെ കുമിളി ബസ് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ബസ് ഇതാ ഏകദേശം ഇവിടെ ആയിട്ട് വരുമെന്നാണ് പറഞ്ഞത്. ലൈറ്റാണ് എന്തായാലും. അപ്പോൾ ഇത് കയറിയിട്ട് നമുക്കങ്ങ് ചിലപ്പോൾ മൃഗങ്ങളെല്ലാം കണ്ടാലും. കൃത്യം 5:30 മണിക്ക് തന്നെ വണ്ടി എടുത്ത് ഇപ്പം നമ്മൾ പെരിയാർ ടൈഗർ റിസർവ് കൊടിയ കാനനപ്പാതയിലേക്ക് കയറുക. നിസ്സാരമല്ല മക്കളെ. 100 കിലോമീറ്റർ വനത്തിൻ്റെ ഉള്ളിൽ കൂടിയുള്ള ഒരു യാത്ര തന്നെയാണ് ഇത്. അങ്ങനെ ആദ്യത്തെ വണ്ടി നമ്മളാണ്. നമ്മുടെ KSRTC ആണ് ആദ്യത്തെ വണ്ടി. അതങ്ങനെ കടത്തിവിടാം. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത, ഡെയിലി 40 വണ്ടിയായിട്ടാണ് ഇതിൽ അലൗഡ് ഉള്ളൂ. ഇത് നമ്മുടെ KSRTC ഡ്രൈവർ പുള്ളിക്കാരൻ സമ്മതിക്കണം കേട്ടോ. വളരെ ചെറിയ റോഡ്. ആ റോട്ടിൽ കൂടി പുള്ളി ഇങ്ങനെ പായിപ്പിച്ച് പുലർച്ചെ രാവിലെ നേരം വെളുത്ത് ഓരോ വളവുകളും മൃഗങ്ങളെ കാണാൻ വേണ്ടിയുള്ള കട്ട വെയിറ്റിങ്ങാണ് നമ്മൾ. കുറേ മൃഗങ്ങളെ കണ്ട്. സിംഹവാലൻ കുരങ്ങ്, കരിങ്കുരങ്ങ്, മാവ്, കാട്ടുപോത്ത്, പിന്നെ കുറേ പശുക്കളുണ്ട്. നല്ല രസകരമായിട്ടോ. പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KSRTC ഡ്രൈവ് സഹകരണമാണ് കേട്ടോ. നമ്മളങ്ങനെ ഉദയം കാണാൻ വേണ്ടി, ഉദയ സൂര്യനെ കാണാൻ വേണ്ടി നമ്മുടെ KSRTC ആനവണ്ടി സൈഡാക്കി ഉദയം കാണാൻ വേണ്ടി എല്ലാവരും ഇറങ്ങി മനോഹരമായിട്ടുള്ള ചിത്രങ്ങളെല്ലാം പകർത്തുന്ന രംഗങ്ങൾ. അടിപൊളി വ്യൂ കേട്ടോ ആ നിർത്തിയിടം. നമ്മളെ ബസ് ഇങ്ങനെ നമ്മളെ ഗവിയിലേക്ക് പോകുന്നതിനിടയിൽ, പത്തനംതിട്ട ബസ് കയറിയിട്ട് ഗവിയിലേക്ക് പോകുന്നതിനിടയിൽ നിർത്തി തന്നതാണേ. ആരെയും വിളിച്ചത്? നമ്മളിങ്ങനെ കയറുമ്പോൾ തന്നെ അവർ തിരിച്ച് വിളിച്ച് പാട്ട്. പക്ഷെ നല്ല രസോട്ടോ. ഇത് നോക്കിയിട്ട് അടിപൊളി വ്യൂ കേട്ടോ. കണ്ട
അങ്ങനെ അങ്ങകലെ ഒരു 2 മലകൾക്കിടയിൽ കൂടി നമ്മുടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് പൊങ്ങി വരുന്ന രംഗം കണ്ട മച്ചാമാരെ, അതിൻ്റെ നട്ടുക്കായിട്ട് നമ്മുടെ പത്തനംതിട്ട ഗവി ബസ് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചയെല്ലാം കണ്ട് നേരെ ബസ്സിൽ കയറി നമ്മൾ അടുത്ത യാത്ര അങ്ങ് തുടരുവാട്ടോ. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകുന്ന ആൾക്കാരെ വൈബ് നമുക്ക് കിട്ടുമെന്ന് പറയുന്നില്ലേ, അതാണ് ഈ യാത്ര നമ്മളെ കൊണ്ടുപോയത്. ഈ KSRTC ഡ്രൈവറും അതിൻ്റെ കണ്ടക്ടറുമാണ്. നല്ല സഹകരണം. ഓരോ സ്ഥലങ്ങളും നമുക്ക് വിശദമായിട്ട് ഇവർ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഭയങ്കര പുള്ളി തന്നെ ആസ്വദിച്ചിട്ടാണ് ഓരോ വളവുകളും വളക്കുന്നത്. ആ ആസ്വാദനം നമ്മളെ ഈ ബസ്സിലുള്ള എല്ലാവരും കിട്ടിയിട്ടുണ്ട്. ഓരോ കോണറിനും ജനങ്ങളെ കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ്, ബസ്സിലെ യാത്രക്കാരുടെ സംസാരങ്ങൾ, നല്ല രസം. അങ്ങനെ നമ്മൾ നേരെ ഗവി എത്തി കേട്ടോ. ഈ കാണുന്നതാണ് ഗവി. നമുക്ക് സ്റ്റേ മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇറങ്ങി സ്റ്റേ എല്ലാം ചെയ്തിട്ട് പോവാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റൂല. ഇറങ്ങിയാലൊരു 10-30 മിനിറ്റ് നിന്നിട്ട് തിരിച്ച് പോകണം. തിരിച്ച് പോകുന്ന ബസ് നോക്കിയിട്ട് വേണം ഇറങ്ങാൻ, അല്ലെങ്കിൽ വെള്ളം കിട്ടാണ്ട് കഷ്ടപ്പെടും. നമുക്ക് ഇറങ്ങി നിൽക്കാൻ അവിടെ ഒന്നും വേറെ മാർഗങ്ങളൊന്നുമില്ല. ബുക്ക് തന്നെ ചെയ്യണം, എന്നാൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. കണ്ട ഈ കാനനപാത എന്ത് രസമോ. നമുക്ക് ഓരോ വളവുകളും കാണുന്ന കാഴ്ചകളെല്ലാം വളരെ മനോഹരമാണ്. നമുക്ക് ഈ റൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കിടന്നുറങ്ങാനൊന്നും തോന്നില്ല കേട്ടോ. ഈ ബസ്സിൽ ആരും കിടന്നുറങ്ങിയിട്ടില്ല. കാരണം അത്രയും രസകരമായിട്ട് ഉള്ള റൂട്ട് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ചുമ്മാ കാടുകൾ, വനങ്ങൾ, മൃഗങ്ങൾ മാത്രമല്ല നമുക്കിവിടെ തരുന്നത്. നമുക്ക് ഏകദേശം 5ഓളം ഡാമുകൾ നമ്മൾ കവർ ചെയ്തിട്ടാണ് ഈ യാത്ര പോകുന്നത്. ഇത് കണ്ട നേരെ അപ്പുറം കാണുന്ന സൂര്യ ഉദയം, അതിൻ്റെ തൊട്ടടിക്ക് ഡാമിൻ്റെ പരിസരങ്ങളാണ്. ഇതാണ് നമുക്ക് ഫുഡ്. നല്ല പുട്ടും കടലക്കറിയും കിട്ടും കേട്ടോ. KSIBൻ്റെ ക്യാൻറ്റീനാണ്. ഇവിടെ നല്ല ഫുഡ് നമുക്ക് കഴിക്കാം. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് യാത്ര തുടരാം. അങ്ങനെ നമ്മൾ ഗവി ഫോറസ്റ്റ് സ്റ്റേഷൻ എൻട്രി ചെയ്ത് അങ്ങനെ ഗവി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കയറുവാണ് നമ്മൾ. കാരണം ഈ കാട് കഴിയൂല. 190 കിലോമീറ്റർ കാടാണ്. കാരണം നമുക്ക് അത്രയും കാഴ്ചകളുണ്ട് ഈ യാത്രയിൽ. പിന്നെ 5ഓളം ഡാം, ഗവിയാർ ഡാം, പമ്പയാർ ഡാം, ആനത്തോട് ഡാം, കക്കി ഡാം, മൂഴിയാർ ഡാം, അങ്ങനെ 5ഓളം ഡാം കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ രസകരമായിട്ടുള്ളൊരു റൂട്ട് തന്നെയാണിത്. ഈ ബസ്സിൽ എല്ലാ സീറ്റും ഫുള്ളാട്ടോ. ഒരു സീറ്റിലും ആളില്ലാണ്ടിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. അത്രയും ആളുകളാണ് ഇത് കാണാൻ വേണ്ടി വരുന്നത്. പക്ഷെ നമുക്ക് നല്ല രസമോ, തിരക്കൊന്നുമില്ല ബസ്. കണ്ട നമ്മളെ ഈ ബസ് ഈ ഡാമിന് കുറെ കയറുമ്പോൾ തന്നെ അത്രയും ഉയരത്തിൽ. കാരണം ഇപ്പം നിങ്ങൾ കണ്ട അപ്പുറത്തെ സൈഡ് കാലിയായി, ഇപ്പുറത്തെ സൈഡ് വെള്ളം. അപ്പോൾ നിങ്ങൾ അത് അത്രയും 3 മീറ്ററോളം താഴ്ചയിലാണ് കാണുന്നത്. 3 മീറ്റർ താഴ്ചയോളം വെള്ളം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വെള്ളം നമ്മളവിടെ സേവ് ചെയ്ത് വെക്കുക. കണ്ട അടുത്ത ഡാമും മിക്ക ഡാമും, അതായത് 4 ഡാമുകൾക്കും കുറുകെ കൂടിയാണ് നമ്മളെ വണ്ടി പോവുക. ഒരു ഡാമിന് മാത്രമാണ് നമ്മൾ കുറുകെ അല്ലാണ്ട് സൈഡിൽ കൂടി വണ്ടി പോകുന്നത്. ഇത് കണ്ട ട്രൈബൽസിന്, ആദിവാസികൾക്ക് വേണ്ടി മീൻ വളർത്തുന്ന ഇതാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കണ്ട ഒരു ടിന്നൊന്നുമല്ല, അത് ഓരോ വീടുകളാട്ടോ. അവിടെ മീൻ വളർത്താൻ വേണ്ടി അവർക്ക് താമസിക്കാനുള്ള വീടാണ്. അപ്പോൾ ഇതാണ് ആനത്തോട് ഡാം. ആനത്തോട് ആനകൾ കൂടുതൽ പിന്നെ ഇവിടെ വന്നിട്ട് വെള്ളം കുടിക്കാറുണ്ട്. അതുകൊണ്ട് ആനത്തോട് എന്നുള്ള പേര് വരാൻ കാരണം. പക്ഷെ നമ്മളിപ്പോൾ വന്നിട്ട് ആനയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ ഇത് കണ്ട, ഇതിൻ്റെ താഴ്ച കണ്ട, ഇത്രയും താഴ്ചയുണ്ട് ശരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എത്രയും വെള്ളം, അത്രയും ടൺ കണക്കിന് വെള്ളം ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും. കണ്ട കക്കയം ഡാമിന് ഷട്ടറില്ല. അപ്പോൾ അവിടെ നിന്നുള്ള വെള്ളം താഴത്ത് ഒരു പൈപ്പ് വഴി ഇങ്ങോട്ടേക്ക് പാസ് ചെയ്ത് വിടും. പിന്നെ ഇവിടെയാണ് നമുക്ക് ഷെൽട്ടർ വരുന്നത്. കണ്ട ഇവിടെയാണ് നമുക്ക് ഷെൽട്ടർ വരുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഷെൽട്ടർ ഓപ്പൺ ആക്കിയിട്ടാണ് വെള്ളത്തിന് നമ്മൾ നിയന്ത്രിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന പഴയ ഒരു ടൗൺഷിപ്പിൽ കൂടാണ്. ഡാമിന്റെ നിർമ്മാണ സമയത്ത് ഈ 2 സൈഡിൽ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിയേറ്റർ, പോസ്റ്റ് ഓഫീസ്, മറ്റ് കടകളും ഒക്കെ ഉണ്ടായിരുന്നു. അത് നിർമ്മാണം കഴിഞ്ഞ ശേഷം എല്ലാം പൊളിച്ചു മാറ്റി. അതിന്റെ തറകളൊക്കെ ഇത് 2 സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും.
നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവുന്നൊന്നുമില്ല, പക്ഷെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചെറിയ ചെറിയ ബിൽഡിങ്ങിൻ്റെ ചെറിയ തറകളെല്ലാം കാണാം. പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴിയിൽ ഇനി തിരിച്ച് നമ്മൾ ഗവി ഫോറസ്റ്റ് സ്റ്റേഷനിൽ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ തിരിച്ച് വീട് പിടിക്കാനുള്ള പരിപാടിയാണ്. അടിപൊളി യാത്രയായിരുന്നു. 5 ഡാമിൻ്റെ മേലെ കൂടിയുള്ളൊരു അടിപൊളി യാത്രയായിരുന്നു നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ഡാമിൻ്റെ സൈഡിൽ കൂടി പോവുക. ബാക്കിയുള്ള ഡാമിൻ്റെ മുകളിൽ കൂടിയായിരുന്നു യാത്ര. പക്ഷേ ഈ ഡാമിൻ്റെ മുകളിൽ കൂടി നമുക്ക് കയറാൻ പറ്റില്ല. ഡാം സൈഡിലാണ് വരുന്നത്. ഇതാണ് പമ്പ ഡാം വരുന്നത്. അതായത് നമ്മൾ പത്തനംതിട്ടയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ 4ാമത്തെ ഡാം പോകും. ലാസ്റ്റ് ഡാമിൻ്റെ മേലെ കൂടിയാണ് പോകുന്നത്. ഗവിയാർ ഡാം എന്ന് പറയുന്നത്. നമ്മളെ ഗവി യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇനിയിപ്പോൾ പരുന്തംപാറ പോവുക. പരുന്തംപാറ പോകുന്നതിന് മുമ്പ് വണ്ടിപ്പെരിയാർ ഇറങ്ങി. അതായത് തിരിച്ച് വരുന്ന വഴിക്ക് വണ്ടിപ്പെരിയാർ നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് കനകങ്കാവ് അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്, ഒന്നും കൂടി ചോദിക്കണം. എന്നിട്ട് നേരെ പരുന്തംപാറ പോയിട്ട് എന്തായാലും ഇവിടത്തോളം എത്തിയല്ലേ, ഇനിയിപ്പോൾ പരുന്തംപാറയും കൂടി കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് ബസ് കയറി പിന്നെ കല്ലാർക്കവല എത്തി. കല്ലാർക്കവലയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട്. ഓട്ടം മൊത്തത്തിലുള്ള കയറ്റമാണ്. ഒരു 150 രൂപ ഓട്ടോ ചാർജ് വരും പരുന്തംപാറയിലേക്ക് പോകാൻ. അങ്ങനെ പരുന്തംപാറയിലുള്ള 360 ഡിഗ്രി വ്യൂ ആണ് നിങ്ങളിവിടെ കാണുന്നത്. അത് കണ്ട അങ്ങൊരു പാറ, അതിനെ ടാഗോർ പാറ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ടാഗോറിൻ്റെ രൂപസാദൃശ്യം ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ വരാൻ ചാൻസ്. അല്ല, അങ്ങനെ അവിടെ നിന്ന് ഓട്ടോ ഒന്നും പിടിക്കാണ്ട് ലിഫ്റ്റ് അടിച്ചിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്തോളി, കമൻറ്റ് ചെയ്തോളി, ഷെയർ ചെയ്തോളി, സബ്സ്ക്രൈബ് ചെയ്തോളി. അടുത്ത വീഡിയോയിൽ അടുത്ത യാത്രയിൽ വീണ്ടും കാണാം.